ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഭൂതോച്ചാടന അനുഭവ പാഠങ്ങളുടെ 46-ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ള സഹോദരരെ, ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വാഗമൺ മൗണ്ടൻ ബോയിൽ പൈശാചിക ആവാസത്തിനിരയായ ഒരു പെൺകുട്ടി പ്രാർത്ഥന തേടി വന്നു. ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് ഒരു ധ്യാനത്തിൽ അവൾ സംബന്ധിച്ച് ആ ധ്യാനത്തിൻ്റെ അവസാനത്തിൽ അവൾക്ക് നല്ല വിടുതൽ കിട്ടി, സമ്പൂർണ്ണ വിടുതൽ കിട്ടി. എല്ലാവരും പെരിയാൻ നേരം രാവിലെ കുർബാന എല്ലാം കഴിഞ്ഞായിരിക്കുമ്പം അവൾ എണീറ്റ് വന്ന് പറഞ്ഞതിനോട് ആവശ്യപ്പെട്ടു, അച്ഛാ എനിക്ക് ഒരു സാക്ഷ്യം പറയണം. സാക്ഷ്യം പറയാൻ സാധാരണ അനുവദിക്കാറുള്ളതല്ല സമയത്തിൻ്റെ പരിമിതി കൊണ്ടുമൊക്കെ. പക്ഷെ അവളുടെ പ്രത്യേക കേസ് കാരണം ധ്യാനത്തിൻ്റെ ഇടയിലെ പല അവസരത്തിൽ അവളിങ്ങനെ പൈശാചികമായ ഒരു ഞെരുക്കത്തിൽ കടന്ന് വിഷമിക്കുന്നത് ആ ധ്യാനത്തെ സംബന്ധിച്ച് എല്ലാവരും പല അവസരത്തിൽ കണ്ടതായതുകൊണ്ട് ഞാൻ അവളുടെ വിടുതൽ എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തിരുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് ഒരു അവസരം കൊടുത്തു, മൈക്ക് കൊടുത്തു. അപ്പോൾ അവളുടെ കുറച്ച് കാര്യങ്ങളെല്ലാം ഇങ്ങനെ പങ്കുവെച്ചു. അവൾ ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യവും വന്നു കഴിഞ്ഞുള്ള അനുഭവങ്ങളെല്ലാം. അതിനകത്ത് ഒരു കാര്യം ഞാനിപ്പോൾ പ്രത്യേകമായിട്ട് ഈ സെഷൻ പങ്കുവെക്കാൻ ആഗ്രഹിച്ചിരുന്നത്, അവൾ പറയുകയായിരുന്നു, ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ ധ്യാനം ആരംഭിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവളെ ഏറ്റവും അധികമായിട്ട് ഞെരുക്കിയ, വിഷമിപ്പിച്ച ഒരു കാര്യം ഈ ഗാനശുശ്രൂഷയാണ്. ഗാനശുശ്രൂഷയിൽ ഇങ്ങനെ സ്തുതിപ്പിച്ച് എല്ലാവരും കൂടെ സ്തുതിപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഇങ്ങനെ അവസരമുണ്ടായിരുന്നപ്പോൾ അവൾ പറയുകയാണ്, ആ സ്തുതിപ്പങ്ങ് തുടങ്ങി കഴിയുമ്പോഴേക്കും അവൾക്കങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. സഹി കെട്ടിട്ട് അവൾ പാട്ട് പാടുന്ന ശുശ്രൂഷ, സ്തുതിപ്പിൻ്റെ ശുശ്രൂഷ എന്ന സഹോദരനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, ഈ ചേട്ടനിട്ട് എനിക്ക് ഓടിച്ചെന്നിട്ട് അടിക്കാനായിട്ട് തോന്നി. എന്തിനാണ് ഈ ചേട്ടനെ അച്ഛൻ ഇങ്ങനെ ഇവിടെ വെച്ചിരിക്കുന്നത്? എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കാൻ വേണ്ടി തന്നെ വെച്ചിരിക്കുകയാണോ? ആ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പാട്ടുപാടി സ്തുതിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു വിഷമമായിരുന്നു വെച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവൾ ആ വിഷമം എല്ലാം അങ്ങോട്ട് പങ്കുവെക്കില്ല, അങ്ങനെ അങ്ങോട്ട് വെളിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും നിരീക്ഷിക്കുകയായിരുന്നു, സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് ആത്മീയമായിട്ട് സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു നേർ കാഴ്ചയാണല്ലോ ഇത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ പൈശാചിക അരുവികളാണ് ആത്മീയ മേഖലയിലെ പല കാര്യങ്ങളും. ബൈബിളിലേക്ക് നോക്കുമ്പോഴും മനുഷ്യ വ്യക്തികളൊക്കെ തിരിയാത്ത കാര്യങ്ങൾ പോലും പൈശാചിക അരുവികൾ തിരിഞ്ഞിട്ട് ഇങ്ങനെ വെളിപ്പെടുത്തുന്നത് മർക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ 21 മുതൽ വാക്കുകൾ ഖബർനഹൂം സിനഗോഗില് ഈശോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും കേട്ടിരുന്നു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയിലെ പരിശുദ്ധാത്മാവിന് സഹി കേട്ടിട്ട് അലറി വിളിക്കുകയാണ്, നീ ഞങ്ങളെ നശിപ്പിക്കാനാണോ വന്നിരിക്കുന്നതിനെ ഇടപെടുന്നത്? നീ ആരാണ്? നിനക്ക് ദൈവത്തിന്റെ പരിശുദ്ധൻ. അത് വിളിച്ചു പറയുന്ന കാര്യം ശരിയാണ്, അത് അസ്വസ്ഥപ്പെട്ട് നിവൃത്തിയിലെ വിളിച്ചു പറയുന്നതാണ്. ഈശോ ശബ്ദിക്കരുത്. വീണ്ടും അതേ അധ്യായത്തിൽ മുന്നോട്ട് വരുമ്പോഴൊക്കെ നമുക്ക് കാണാം, അശുദ്ധാത്മാക്കൾ തന്നെ അറിഞ്ഞിരുന്നുകൊണ്ട് സംസാരിക്കാൻ അനുവദിച്ചില്ല എന്നും. പൈശാചിക അരുവികളൊക്കെ ആത്മീയ മേഖല മനുഷ്യ വ്യക്തികൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നതിനേക്കാൾ പെട്ടെന്ന് നേരെ അവർ അരുവിയുടെ മേഖല ആയതുകൊണ്ട് അറിയാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും. അവരോട് കെണിമക്കാലിൽ നോക്കുന്നത് പറഞ്ഞാൽ ചില അനുഭവം വരുമ്പോൾ അവർക്ക് നിയന്ത്രിക്കാൻ മേലാതെ അവരിങ്ങനെ തങ്ങളെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പ്രതികരിക്കാറുണ്ട്. അങ്ങനെയുള്ള വെളിപ്പെടുത്തലിൽ ചില പല ആത്മീയ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഭൂതോച്ചാരണ അനുഭവ പാഠങ്ങളിൽ പല കാര്യങ്ങളും നമ്മൾ പങ്കുവെക്കുന്നത് അങ്ങനെ വെളിപ്പെടുത്തിയിട്ട് കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഈ പെൺകുട്ടി അവരുടെ ഉള്ളിൽ പൈശാചികം ഉണ്ടായിരുന്ന അവസരത്തിൽ ആ ധ്യാനത്തെ സംബന്ധിച്ച് സ്തുതിപ്പിന്റെ അവസരം വന്നപ്പോൾ അവൾക്ക് അനുഭവപ്പെട്ട കാര്യം ഇങ്ങനെ പങ്കുവെക്കുമ്പോൾ ഞാൻ തിരിച്ചറിയായിരുന്നു സ്തുതിപ്പ് പ്രാർത്ഥനയുടെ കരുത്ത് എന്തുമാത്രമാണ് എന്ന്. നേരത്തെ പങ്കുവെച്ച 40-ാം നമ്പർ പാഠത്തിൽ ഞാൻ പറയുകയുണ്ടായി, ഇവിടെ മുഴുവനും സ്തുതിപ്പാണ്, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് തെന്മേടി അരുവികൾ ഒരു പൈശാചിക ആവാസം വെച്ച് വിട്ടുപോകാൻ ഇടവന്ന ഒരു സംഭവം ഞാൻ പങ്കു ഓർമ്മിക്കുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ കാണുകയുണ്ടായി സങ്കീർത്തനം 8-2 വാക്യമൊക്കെ, ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ സ്തുതിപ്പിന്റെ കോട്ട കെട്ടുന്ന അനുഭവം സങ്കീർത്തകൻ പറയുന്നു. അത് മത്തായി 21-12 വാക്യങ്ങളിൽ ഓശാന പ്രദർശനം ദേവാലയത്തിൽ വന്നു കയറി എല്ലാവരും സ്തുതിക്കുമ്പം അതിന് അസ്വസ്ഥ പറഞ്ഞ് നിർത്താൻ ആവശ്യപ്പെടുന്ന പുരോഹിതരോട് ഈശോ മറുപടി പറയുമ്പോൾ ഈ ഒരു സങ്കീർത്തനം 8-2 ഉദ്ധരിച്ചുകൊണ്ടാണ് ഈശോ പറയുന്നതും. അപ്പോൾ സ്തുതിപ്പിന്റെ ഒരു വലിയ കരുത്ത് ആത്മീയ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഡെലിവറൻസ് മേഖലയിൽ നമ്മൾ നന്നായിട്ട് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. സ്തുതിപ്രാർത്ഥനയെ സംബന്ധിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കേണ്ടി വരുമ്പോൾ ഇങ്ങനെ ഉച്ചത്തിൽ സ്തുതിക്കുന്ന അനുഭവം വരുമ്പം കുറേ അധികം പേര് പലപ്പോഴും അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
ഹല്ലേലൂയ പാർട്ടി എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ സ്തുതിപ്പിക്കുന്നത്, ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങളൊക്കെ പരമ്പരാഗതമായ സഭയുടെ പ്രാർത്ഥന കൂടുന്നവരാണ്, കുർബാനയും മറ്റു പ്രാർത്ഥന ഇതൊക്കെ മതി. ഇങ്ങനെ ഈ എല്ലാം മറന്ന് ഒരു വക ഭ്രാന്ത് പിടിച്ച പോലെ വട്ടു പിടിച്ചു സമതം തെറ്റു പോലെ സ്തുതിക്കുന്നത് എന്തിനാ? യഥാർത്ഥത്തിൽ അത് പന്തക്കൊസ്തായുടെ അനുഭവം ഉണ്ടായ അപ്പസ്തലന്മാരെ കണ്ടിട്ട് ആൾക്കാർ നോക്കിയത് അവർക്കുണ്ടായ ചിന്ത തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മളിപ്പോൾ പൈശാചിക അരൂപിയുടെ വെളിപ്പെടുത്തൽ ശ്രദ്ധിക്കുമ്പോൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നത്, ശക്തമായ സ്തുതിപ്പിന്റെ അഭിഷേകത്തിലുള്ള പ്രാർത്ഥന കേൾക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നത് ഒരു നല്ല ലക്ഷണമല്ല എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. നമ്മൾ ഉറക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കണമെന്നില്ല. എപ്പോഴും ഈശോയും സങ്കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് സ്തുതിക്കുന്നത് കാണാം. ആത്മാവിൽ ഈശോ സ്തുതിക്കുന്നതായിട്ട് ലൂക്ക 10:21 വാക്യം നമ്മൾ കാണുന്നുണ്ട്. അതേസമയം അവനോട് പ്രാർത്ഥിക്കുന്നത് കാണാം. നമുക്കിതെല്ലാം വേണം. കുർബാന, നമ്മൾ സീറോ മലബാർ കുർബാന ക്രമത്തിൽ തന്നെ സ്തുതിപ്പിനെ പറ്റി നേരെ പറഞ്ഞ് ഉച്ചത്തിൽ സ്തുതിക്കുകയും ശബ്ദം ഉയർത്തി സ്തുതിക്കുവാൻ ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് സ്തോത്രം ആരംഭിക്കണം. അങ്ങനെയുള്ള പ്രാർത്ഥന പരാമർശങ്ങൾ നമുക്കറിയാം. അതേസമയം ശാന്തമായിട്ടും അവരുമായിട്ടും ഒക്കെ പ്രാർത്ഥിക്കുന്ന അവസരങ്ങളുമുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം വേണം. ഞാൻ പറഞ്ഞു വരുന്ന ഒരു ബോധോച്ചാടന പാഠം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആർക്കെങ്കിലും ഈ ശക്തമായ അഭിഷേകം നിറഞ്ഞുള്ള സ്തുതിപ്പ് പ്രാർത്ഥന, ഹല്ലേലൂയ സ്തുതിപ്പ്, അല്ലെങ്കിൽ സ്തുതി മഹത്വം എന്തെങ്കിലും ആട്ടെ, അത് കേൾക്കുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അസ്വസ്ഥ വരുന്നു, നിർത്താൻ പറയാൻ തോന്നി, ഇറങ്ങി പോകാൻ തോന്നുന്നു എന്നാണ് അനുഭവമെങ്കിൽ സഹോദരങ്ങളുടെ സഹോദരൻ നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കണം. അതങ്ങനെ ഒരു ശീലമില്ലാത്തതിന് മാത്രം ഒരു വിഷയമായിരിക്കണമെന്നില്ല. നമ്മുടെ ഉള്ളിൽ ഈ സ്തുതിപ്പിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ലാത്ത എന്തെങ്കിലുമൊക്കെ രൂപികളുടെ സ്വാധീനങ്ങളെങ്കിലും കയറി കിടക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് നമ്മളതിനെ എടുക്കേണ്ടതായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, നമ്മൾ വചനത്തിലേക്ക് നോക്കുമ്പോൾ നിരന്തരം സ്തുതിക്കുവാനുള്ള ആഹ്വാനം നമുക്ക് നിരന്തരം ആവർത്തിച്ച് കാണാനായിട്ട് സാധിക്കും. എഫെസോസ് ലേഖനത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തില് വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകാതെ ആത്മാവിനാൽ പൂരിതരാകുവിൻ, സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. പരസ്പരം ദൈവജനം സംഭാഷണം ചെയ്യേണ്ടത് പോലും അതും ഇതും കുറ്റം പറഞ്ഞുകൊണ്ടും വിമർശനം പറഞ്ഞുകൊണ്ടും ആവലാതി പറഞ്ഞുകൊണ്ടും പരാതി പറഞ്ഞുകൊണ്ടും ഒന്നുമല്ല. വ്യർത്ഥമായ ഓരോ വാക്കിന് പോലും വിധിവസ്തു കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് മത്തായി 12:36 നമ്മൾ വായിക്കുന്ന ഈശോ പഠിപ്പിക്കുന്നതായിട്ട്. ഇവിടെ നമ്മൾ എഫെസോസ് 5 തുറന്ന് വായിക്കുകയാണ്. 19 വാക്യം, ഗാനാലാപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. 20 വാക്യം, എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. നമ്മുടെ കുർബാനക്രമത്തിന്റെ ചൊല്ലുന്നില്ല, എല്ലാ നേരവും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധന അർപ്പിക്കുന്ന കടപ്പെട്ടവരാണ്. ലത്തീക്രമത്തിലും യുക്രിസ്റ്റ് പ്രേയറിലും കടക്കുമ്പോൾ ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ആൻഡ് അവർ സാൽവേഷൻ ഓൾവേസ് ആൻഡ് എവരിവെയർ ടു ഗിവ് യു താങ്ക്സ് ഓ ഗോഡ് ഓൾമൈറ്റി ഫാദർ എന്ന് പറഞ്ഞുകൊണ്ടാണ് യുക്രിസ്റ്റ് പ്രേയറിന്റെ ആരംഭം എല്ലാ ദിവസവും തന്നെ ആരംഭിക്കുന്നത്. അപ്പം നമ്മുടെ രക്ഷയാണിത്, നമ്മുടെ കടമയാണിത്, എല്ലായിടത്തും എല്ലാ നേരവും ദൈവത്തിന് സ്തുതി അർപ്പിക്കുക. സഹോദരങ്ങൾ, നിരന്തര സ്തുതി ഉയരുന്ന ഉള്ളത്തിൻ്റെ ഉടമയാകാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം, കൊതിക്കണം, പരിശ്രമിക്കണം. അങ്ങനെ ആകാനായിട്ട് സാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.